CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് പതാക ഉയരും. ആശ്രമ മൈതാനത്ത് വൈകിട്ട് 5 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പതാക ഉയർത്തും. സമ്മേളന നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. നാളെ കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ആശ്രമ മൈതാനത്തെ പൊതുസമ്മേളന വേദിയിൽ നിന്ന് ശ്രീജിത്ത് വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഇന്നലെ സൂചിപ്പിച്ചതുപോലെ CPM സംസ്ഥാന സമ്മേളനത്തിന് പണ്ടുണ്ടായിരുന്ന ഉദ്വേഗം ഇപ്പോഴില്ല. പക്ഷേ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്നിലധികം വിഷയങ്ങൾ ഇപ്പോൾ കേരള വികസനവുമായി ബന്ധപ്പെട്ട പാർട്ടി ചർച്ച ചെയ്യാൻ പോകുന്ന രേഖ സമ്മേളനത്തിൽ വരുന്നുണ്ട്. ഈ പ്രായപരിധി സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇതിൻ്റെ സൈഡ് ലൈനായി നടക്കുന്നുണ്ട്. ഒപ്പം ഭരണ തുടർച്ചയുടെ തുടർച്ച എന്നിപ്പോൾ MA ബേബി വിശേഷിപ്പിച്ചതുപോലെ ഉള്ള കാര്യങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ, അങ്ങനെയാണെങ്കിൽ ആര് നായകനാകും, ക്യാപ്റ്റൻ തുടരുകയാണ്, അങ്ങനെ തുടരട്ടെ എന്ന് EP ജയരാജൻ പറഞ്ഞതുപോലെയാണോ കാര്യങ്ങൾ എന്നതൊക്കെയുള്ള വിഷയങ്ങൾ, അതിനൊക്കെയുള്ള ഉത്തരമാകുമല്ലോ സമ്മേളനത്തിലെ ഇനിയുള്ള ചർച്ചകൾ, അല്ലേ? വിജയകുമാർ സൂചിപ്പിച്ച പോലെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ചർച്ചയും തീരുമാനങ്ങളും കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. 1995 കൊല്ലത്ത് സംസ്ഥാന സമ്മേളനത്തിന് ശേഷമാണ് അന്ന് 96 CPIMന്റെ നേതൃത്വത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വന്നത്. ആ സർക്കാരിന്റെ പോലെ തന്നെ വീണ്ടും ഒരു തുടർ ഭരണത്തിലേക്കുള്ള നിർണായകമായ തീരുമാനങ്ങളും മറ്റും കൊല്ലത്തും ഉണ്ടാകുമെന്നാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ വൈകുന്നേരം 4:30 ചിന്നക്കടയിലെത്തും. അവിടെ നിന്ന് ഈ 3 ജാഥകളും ഒരുമിച്ച് പ്രയാണം ആരംഭിച്ച് ആശ്രമ മൈതാനി, അവിടെയാണ് പൊതുസമ്മേളനം നടക്കുന്നത്. പൊതുസമ്മേളനം നടക്കുന്ന സീതാറാം യെച്ചൂരി നഗറിൽ പതാക ഉയർത്തും. സംഘാടക സമിതിയുടെ സ്വാഗത സംഘത്തിന്റെ ചെയർമാനായ മന്ത്രിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KN ബാലഗോപാലാണ് പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നത്. മുഖ്യമന്ത്രിയും പൊളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറിയും PB അംഗവുമായ MV ഗോവിന്ദൻ അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളുടെയും സാന്നിധ്യത്തിലാകും പതാക ഉയർത്തൽ. അതിനുശേഷം വൈകുന്നേരം 7 മണിക്ക് CPIMന്റെ പോളയത്തോടുള്ള ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. പ്രസീഡിയം, പ്രമേയം, മിനിറ്റ്സ്, ക്രെഡൻഷ്യൽ കമ്മിറ്റികളുടെ രൂപീകരണത്തിന് വേണ്ടിയാണ് ഈ സംസ്ഥാന കമ്മിറ്റി ചേരുന്നത്. സമ്മേളന നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്മിറ്റികളാണിവ. അതിന്റെ തീരുമാനങ്ങൾ ഇന്ന് വൈകുന്നേരത്തെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടാകും. നാളെ രാവിലെ 10 മണിക്ക് CPIMന്റെ പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടായിരിക്കും ഈ കൊല്ലം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. പൊതുസമ്മേളനം നടക്കുന്ന നഗരിയിൽ നിന്ന്, ആശ്രമ മൈതാനത്തെ വേദിയിൽ നിന്നാണ് ശ്രീജിത്ത് വിശദാംശങ്ങൾ നൽകിയത്. പതാക ഉയർത്തൽ ഇന്ന് ഉണ്ടാകും. അതിനുശേഷം നാളെയാണ് ഔദ്യോഗികമായി സമ്മേളന നടപടികൾ ആരംഭിക്കുക. ഇന്ന് സംസ്ഥാന കമ്മിറ്റി അവിടെ യോഗം ചേരുന്നുണ്ട്, തുടർ നടപടികളൊക്കെ തീരുമാനിക്കാൻ. അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കുറേ ചോദ്യങ്ങളുണ്ട്, അതിനൊക്കെ ഉത്തരം നൽകാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട സമ്മേളനമാണ് കൊല്ലത്ത് നടക്കുന്നത്.